മൃഗങ്ങളോട് പോലും കാരുണ്യം. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഒരൊറ്റ വാക്ക് മാത്രം, അതിന്റെ മലയാളം പറയാ, അതിന്റെ ആശയം പറയാ: നാൽക്കാലികൾ, ആടുമാടൊട്ടകങ്ങൾ, നാൽക്കാലികളെ ഭക്ഷണം കൊടുക്കാതെ കിട്ടിയിടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു. മൃഗങ്ങളോട് കാരുണ്യം. ഭക്ഷണം കൊടുക്കാതെ വിശന്ന് വലഞ്ഞ ഒരൊട്ടകം, മുഅ്ജിസത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. നബിയുടെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, യജമാനെതിരെ എനിക്ക് ഭക്ഷണം തന്നില്ല. നബി വിളിച്ചു വരുത്തി, പരിഹാരം തേടി. എത്രത്തോളം! എന്തിന് നമ്മളെപ്പോഴും പറയാറില്ലേ, മരത്തോട് പോലും കാരുണ്യം കാണിച്ചു ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ച സംഭവമുണ്ട്. ആ കുട്ടി ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന ഈന്തപ്പന മരത്തിലേക്ക് ഈന്തപ്പഴം കിട്ടാൻ വേണ്ടി കല്ലെടുത്തെറിയുമ്പോ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ അരുത്, എറിയരുത്, ആ മരത്തിന് വേദനിക്കും മോനെ. നമ്മൾ ചിരിക്കാ വേണ്ട, കരയാ വേണ്ട. നമ്മൾ ചിരിക്കാണോ വേണ്ട, കരയാണോ വേണ്ട? ഈ ആശയം കാണുന്നിടത്ത് ഇത്ര വിശാലമായ കാരുണ്യം ലോകരോട് കാണിച്ച ഈ മതത്തിന്റെ അഹ്ലുകാരായി ഇന്നും അല്ലാഹു ബാക്കി വെച്ചതിന്റെ പേരിൽ നമ്മൾ അല്ലാഹുവിനോട് എത്ര കൃതജ്ഞരാണ്. അൽഹംദുലില്ലാഹ്. നോക്കൂ, നിങ്ങള് ഇസ്ലാം അലിവിന്റെയും കാരുണ്യത്തിന്റെയും മതം തീർന്നിട്ടില്ല പറയുമ്പോൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വിശാലാണ്. ഇസ്ലാം സ്നേഹത്തിന്റെയും പരസഹായത്തിന്റെയും മതമാണ് ഇസ്ലാം. സ്നേഹത്തിന്റെ മതം, കോപത്തിന്റെ അല്ല, കൊല്ലലിന്റെ അല്ല, സ്നേഹത്തിന്റെ മതം. നോക്കൂ നിങ്ങള്, കരുണയുടെ മതം, പരകാരുണ്യത്തിന്റെ മതം, ഇതൊക്കെ പരസ്പര ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ, അതിലെ 36-ാമത്തെ ആയത്ത്. ഇത് ശരിക്കും ഓർത്ത് വെച്ചോളി, ഹിഫ്ലാക്കി വെച്ചോളി. വേറെ എവിടെയും ശ്രദ്ധ പോണ്ട, ഇവിടെ തന്നെ ഉണ്ടായാൽ മതി. എന്താ ആയത്തില്ല നിങ്ങള്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ, അവനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുവിൻ. ഖാലിസായ തൗഹീദിന്റെ അഹ്ലുകാരായി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് ഇങ്ങനെ എണ്ണാണ്, ആരോടൊക്കെ നിങ്ങൾ സുഹൃതം ചെയ്യണം, നന്മ കാണിക്കണം, കരുണ കാണിക്കണം. എത്രയെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ് والجار والصاحب بالجنب وابن السبيل وما ملكت أيمانكم. അടുത്ത ബന്ധമുള്ളവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അനാഥകൾക്ക്, ദരിദ്രർക്ക്, അടുത്ത ബന്ധമുള്ള അയൽക്കാർക്ക്, അകന്ന അയൽക്കാർക്ക്, അതുപോലെ അരികെയുള്ള കൂട്ടുകാരന്, വഴിയാത്രക്കാരന്, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മതം അതാണ് ഇസ്ലാം. എത്രത്തോളം അറിയോ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു പ്രയാസത്തെ ഒരാൾ നീക്കിയാൽ ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു പ്രയാസത്തെ അവനെ തൊട്ട് അള്ളാഹു നീക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനിന്റെ ദുനിയാവത്തെ പ്രയാസം നമ്മൾ നീക്കിയാൽ നമ്മുടെ ആഖിറത്തിലെ പ്രയാസത്തെ അള്ളാഹു നീക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത കൂടി അവിടെ ഉണ്ട്. കാരുണ്യത്തിന്റെ വിശാലത നോക്കുമ്പോൾ എത്ര ഹൈറായ കാര്യം. ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധനായ ഒരു കവി പറഞ്ഞൊരു വാക്കെന്തറിയോ? വകുൻ അലദ്ദഹരി മിഅവാനൻ ലദീ അമലിൻ യർജൂന ദാക ഫഇന്നൽ ഹുർറ മിഅവാനു. വല്ലാത്ത വാക്കാണ്. സഹായം ആഗ്രഹിക്കുന്നവന് നീ സഹായിയാവുക മുസ്ലിമേ. സഹായം ആഗ്രഹിക്കുന്നവന് നീ ഒരു സഹായിയാവുക. നിന്റെ വിളിയിൽ അവൻ പ്രതീക്ഷ വെക്കുന്നുണ്ട്. നിന്റെ വിളിയിൽ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നീ അവനെ വിളിക്കും, അവനെ പരിഗണിക്കും എന്നവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഏതൊരു സ്വതന്ത്രനും സഹായം ചെയ്യുന്നവനായിരിക്കുന്നതാണ്. സുബ്ഹാനക അലീം. വല്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ട് നമ്മളാൽ മറ്റുള്ളവർക്ക് സഹായം ചൊരിയുന്ന, സ്നേഹം ചൊരിയുന്ന, ചേർത്ത് പിടിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരിക. നമ്മുടെ മതം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാമില് സ്വതഖയും സക്കാത്തും.
ഒരു സംവിധാനത്തിലും ലോകത്തുനിന്ന് വരെ പ്രാക്ടിക്കലായി പ്രായോഗികമായി പരിശീലിപ്പിച്ച് വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഗതി സ്വതഖ സകാത്ത്. രണ്ടും ഒന്നായിട്ട് തന്നെ പറയാം, സ്വതഖ തന്നെ പറയാം. രണ്ടിനും ഒന്ന് നിർബന്ധമാണ്, രണ്ടാമത്തതോ മുസ്ലിമും മുസ്ലിമല്ലാത്തവരുമായ സർവ്വ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്ന് കയ്യിലൂടെ കൊടുക്കാൻ. അതും രഹസ്യവും പരസ്യമായിട്ട് കൊടുക്കാന്ന. പക്ഷെ രഹസ്യമാണ് ഒന്നും കൂടി നല്ലത് നല്ലതെന്ന് പറയാം. എന്നിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഈ കൈ കൊടുത്തത് ഈ കൈ അറിയില്ല. ഈ കൈ കൊടുത്തത് ഈ കൈ അറിയാതെ കൊടുക്കുന്നവനാണ്. രഹസ്യമായിട്ടും പരസ്യമായിട്ട് കൊടുക്കുക, അത് അള്ളാഹ് അനുഭവിച്ചാണ് അത്രത്തോളം. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം, ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ പ്രത്യേകത, ആവശ്യകത എല്ലാം നമുക്ക് ബോധ്യമാകണം. മുസ്ലിം അല്ലാത്തവൻ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാന്റെ മതം ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാണത്. അങ്ങനെ നമ്മുടെ കൈകൾ നീളണം, താഴ്ന്നു കിടക്കുന്നവനെ ഉയർത്താൻ, കുനിഞ്ഞുപോയവനെ എഴുന്നേൽപ്പിച്ചു നിർത്താൻ, എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്നവനെ ആശ്വസിപ്പിക്കാൻ, കണ്ണീരൊപ്പാൻ. അള്ളാന്റെ മതം എന്ന് പറഞ്ഞതാണ്. എന്താ ഇസ്ലാം എന്ന് ചോദിച്ചാൽ, നിന്റെ മതം എന്താന്ന് കബർന്ന് ചോദിക്കുമ്പോ വിശ്വാസി പറഞ്ഞ വാക്ക് ദീനിയൽ ഇസ്ലാം എന്നാണ്. എന്റെ ദീൻ ഇസ്ലാം ആണ്. എന്റെ ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും അടങ്ങുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ്. അത് ജീവിതത്തിൽ പകർത്താത്ത, പ്രയോജനമായി കണ്ടെത്താത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാൾക്ക് എങ്ങനെ പറ്റും? അല്ലാഹു എത്രത്തോളം നിറങ്ങൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിയുടെ മതമാണ്. അതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത. നീതിയുടെ മതം. എന്റെ മതം എന്ന് പറഞ്ഞാൽ നീതിയുടെ മതമാണ് ഇസ്ലാം. ശത്രു മിത്ര ഭേദമന്യേ സമമായ ഒരു പൊതുനീതിയുടെ മതം. ഇസ്ലാമില് നീതി കണിശമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എത്ര ആയത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അറിയാം. അള്ളാന്റെ ദീന് നീതിയെ കുറിച്ച് പറയുന്നത് ലോകത്തൊരു നിയമവ്യവസ്ഥയും നീതിയെ കുറിച്ച് പറയുന്നില്ല. ഒരു ഭരണഘടനയും നീതിയെ കുറിച്ച് പറയുന്നില്ല. ഒരാക്ടിലും ഇത്ര നീതിയെ കുറിച്ച് ശക്തമായ വർത്താനല്ല അള്ളാന്റെ ദീനിലുള്ള വർത്താനം പോലെ. നമുക്കൊന്നും പഠിക്കാനും സമയമില്ല, ഓർക്കാനും നേരമില്ല, അമലാക്കാനും. നമ്മൾ ഒരു കാനേശുമാരി OBC മാപ്പിളമാരായി ജീവിതത്തെ അങ്ങോട്ട് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ അത് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടാകണ കാര്യം. കൂട്ടരെ, നിങ്ങളൊരാള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേരിലാക്കണം. ഒരാൾ നിങ്ങളോട് വെറുപ്പ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കുള്ളൊരു മുസ്ലിം ആയതിന്റെ പേരിലല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ തുറന്നു പറയാണ്, ഞാനൊരു ഒറിജിനൽ മുസ്ലിം ആയതിന്റെ പേരിലാണ് ഒരാളെ നഷ്ടപ്പെടുന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. ഞാനൊരു ഒറിജിനൽ മുസ്ലിം ആയതിന്റെ പേരിലാണ് ഒരാൾ എന്നോട് വെറുപ്പ് വെക്കണമെങ്കിൽ അപ്പോഴും അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുക നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചാൽ മതി. എത്ര നഷ്ടക്കാരായിരിക്കും നമ്മൾ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. നീതി കണിശമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മാത്രം ഞാൻ ഉദാഹരണം പറയാം, സമയത്തിന്റെ കുറവുണ്ട്. 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ൽ, അതിന്റെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു കൽപ്പിച്ചെന്നറിയോ? ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യാനും നന്മ ചെയ്യാനും കുടുംബ ബന്ധമുള്ളവർക്ക് നൽകാനും കൽപ്പിക്കുന്നു. അല്ലാഹ് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അള്ളാന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. നീതി കാണിക്കണം എന്നാണ്. ഞാൻ അതിനൊരു ഉദാഹരണം മാത്രം പറയാം. ഇവിടെ അത്രയും മക്കളിരിക്കണോണ്ട് എനിക്ക് കുറച്ച് ഉദാഹരണം തോന്നണം, അതാ നല്ലതെന്ന്. അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹമായിട്ട് മക്കളെ തന്നെ അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ആ മക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കൽപ്പന ഉണ്ടെന്നറിയോ? സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅദ്ലൂ ഫീ ഔലാദിക്കും, വഅദ്ലൂ ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി, കണിശമായ നീതി പഠിപ്പിച്ചൊരു മതമാണ് ആ മതത്തിന്റെ അഹലുകാരെ നമ്മള്. എന്നിട്ടും ആളുകള് പരാതി വരെയാണ്, വാപ്പ മരിച്ചുപോയി, പക്ഷെ അയാൾ കാണിച്ചത് മഹാ അനീതിയായി പോയി എന്ന് ഇപ്പോഴും എത്രയോ മരണപ്പെട്ടു പോയ പിതാക്കളെ പറ്റിയും മാതാക്കളെ പറ്റിയും പരാതി പറയുന്നൊരവസ്ഥയിലേക്ക് മക്കൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അറിയാത്തോണ്ടും ഇസ്ലാമായി ജീവിക്കാത്തതുകൊണ്ടും മാത്രമാണ്. ഒരിക്കലും അത്രയൊരു ഗതി നമുക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ സൗന്ദര്യവും പ്രയോജനമൊക്കെ മനസ്സിലാക്കി ഒറിജിനൽ മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമുള്ളവനായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ.